സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെയൊക്കെ നില വളരെ മോശമായി തന്നെ തുടരുകയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാഫുകളുമൊന്നും ഇല്ലാത്തത് ഇത്തരം ആശുപത്രികളെ സമീപിക്കുന്ന പാവപ്പെട്ടവനെ എല്ലാ അർത്ഥത്തിലും ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഡോക്ടർമാരുടെ ക്ഷാമത്തിനപ്പുറത്തേക്ക് ഈ ക്വാളിറ്റി കുറഞ്ഞ മരുന്നുകൾ വ്യാപകമായിട്ട് വിതരണം ചെയ്യുന്നതും ഇപ്പോൾ രോഗികളായി എത്തുന്നവരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനന്ദ, ഈ നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ മേഖല എന്ന തള്ളൊക്കെ നമ്മൾ കുറേ നാളുകളായി കേൾക്കുന്നതാണ്. അതൊക്കെ കോവിഡ് കാലത്ത് തന്നെ പൊളിഞ്ഞു വീണിരുന്നു. ഇതൊക്കെ കേവലം വാചകവടി മാത്രമാണെന്നുള്ളത്. ഇപ്പോൾ ഈ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ക്ഷാമം അതിരൂക്ഷമാണോ? തീർച്ചയായിട്ടും ഗൗതം, ഒരു ദിവസമെങ്കിലും ആരോഗ്യ മേഖലയെക്കുറിച്ചൊരു നല്ല വാർത്ത നൽകണമെന്ന ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ അത് നടക്കാത്തൊരു സ്ഥിതിയാണ്. കാരണം നമ്പർ 1 എന്ന് നിരവധി തവണ പറയുമ്പോഴും നമ്പർ 1ന്റെ അടുത്തേക്ക് ഒരു അല്പം പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലൊക്കെ ഉള്ളത്. എന്തായാലും ഡോക്ടർമാരുടെ ക്ഷാമവും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ജീവനക്കാരുടെ ക്ഷാമവുമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നിലനിൽക്കുന്നത്. അതുപോലെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ് ഈ ഒരു ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമവും അതുപോലുള്ള മറ്റ് ക്ഷാമങ്ങളൊക്കെ തന്നെ ആരോഗ്യ വകുപ്പ് മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. എന്നാൽ അതിനെതിരെ ഇതുവരെയും യാതൊരു ചെറുവിരൽ പോലും അനക്കാനുള്ള ഒരു കാര്യം പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം. ആരോഗ്യമന്ത്രിയോട് നിരവധി തവണ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും ഈ നിവേദനങ്ങളൊന്നും കണ്ടില്ല എന്നൊരു ഭാവമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഡോക്ടർമാരെ നിയമിക്കുക, അതുപോലെ തന്നെ KGMCTയുടെ സമരമുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഉന്നയിച്ചെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവപരമായ കാര്യം. ഈ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ രോഗികൾ എല്ലാവരും തന്നെ സർക്കാർ ആശുപത്രികളിൽ വിട്ട് മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ ഒരു അവസരത്തിൽ നിലവിലുണ്ട്. ഗൗതം. ഓക്കെ ശ്രീനന്ദ, എന്തായാലും കേരളത്തിലെ ആശുപത്രികളുടെ സാഹചര്യങ്ങൾ വളരെ മോശം നിലയിൽ തന്നെ തുടരുകയാണ്. സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ശ്രീനന്ദ നൽകിയത്.